ഇസ്രായേലിൽ മലയാളി വെടിയേറ്റ് മരിച്ചു. തുമ്പ സ്വദേശി ഗബ്രിയേലാണ് മരിച്ചത്. വെടിയേറ്റ മറ്റൊരാൾ തിരികെ നാട്ടിലെത്തി. മേനംകുളം സ്വദേശി എഡിസനാണ് നാട്ടിലെത്തിയത്. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുകയാണ്. ടിൻഡു, വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. തുമ്പ സ്വദേശി ഗബ്രിയേൽ ഇസ്രായേലിൽ മരിച്ചു എന്ന വാർത്ത പുറത്തുവരുന്നു. മാത്രവുമല്ല, 4 മലയാളികൾ അവിടെ ഇസ്രായേലിലെ ജയിലിൽ കഴിയുന്നു എന്ന സാഹചര്യവും നിലനിൽക്കുന്നു. സമഗ്ര വിവരങ്ങൾ. നീലിമ, ജോർദാനിൽ നിന്നും ഇസ്രായേലിലേക്ക് കടക്കുന്നതിനിടെയാണ് വെടിയേറ്റതെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. തുമ്പ സ്വദേശി ഗബ്രിയേലാണ് വെടിയേറ്റ് മരിച്ചത്. വെടിയേറ്റ് സംഘത്തിലുണ്ടായിരുന്ന മറ്റൊരാൾ തിരികെ നാട്ടിലെത്തിയിട്ടുണ്ട്. മേനംകുളം സ്വദേശി എഡിസൺ ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ സംഘത്തിലുണ്ടായിരുന്ന 4 പേർ ഇസ്രായേല് ജയിലിലാണെന്നും നമുക്കിപ്പോൾ വിവരങ്ങൾ ലഭിക്കുന്നു. സമീപകാലത്ത് സമാനമായ രീതിയിൽ തന്നെ 5 സ്വദേശികൾ ഇത്തരത്തിൽ ഈ ഉക്രൈൻ പോലുള്ള പ്രദേശങ്ങളിൽ ജോലി ആവശ്യത്തിന് വേണ്ടി പോയിരുന്നു. അതുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള അന്വേഷണങ്ങളൊക്കെ നടക്കുകയായിരുന്നു. ആ ഒരു സാഹചര്യത്തിലൂടെയാണ് വീണ്ടും ഒരു ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വന്നത്. മലയാളി വെടിയേറ്റ് മരിച്ചിരിക്കുന്നു. തുമ്പ സ്വദേശി ഗബ്രിയേലാണ് മരണപ്പെട്ടത്. ജോർദാനിൽ നിന്നും ഇസ്രായേലിലേക്ക് അനധികൃതമായി കുടിയേറുന്ന സമയത്തായിരുന്നു വെടിവെപ്പ് ഉണ്ടായത്. 6 പേരടങ്ങുന്ന സംഘമായിരുന്നു. അതിലൊരാള് പരിക്കുകളോടുകൂടി തിരുവനന്തപുരത്ത് മേനംകുളത്തെ വസതിയിൽ വീട്ടിലെത്തിയിട്ടുണ്ട്. 4 പേർ ഇപ്പോഴും ഇസ്രായേലിൽ തുടരുന്നതായിട്ടാണ് വിവരങ്ങൾ നൽകിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ മറ്റു വിവരങ്ങളൊന്നും തേടിയിട്ടില്ല, ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരമനുസരിച്ച് ഇവർ എങ്ങനെയാണ് ഈ ജോർദാനിൽ എത്തുന്നത്, പിന്നീട് ഇസ്രായേലിലേക്ക് കടക്കാനുള്ള ശ്രമമൊക്കെ നടക്കുന്നത്? ഈ കുടിയേറ്റം എന്നാണല്ലോ പറയുന്നത്. ഇത് വിസ തട്ടിപ്പ് അങ്ങനെയുള്ള എന്തെങ്കിലും ചതിയിൽപ്പെട്ടാണോ ഇവർ ജോർദാനിലെത്തി ഇത്തരത്തിൽ വളരെ ദാരുണമായ ഒരു അവസ്ഥയിലേക്കൊക്കെ നീങ്ങുന്നത്? നമുക്ക് അത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരേണ്ടതായിരിക്കുന്നുണ്ട് നീലിമ. കാരണം ഈ പരിക്കേറ്റ് രക്ഷപ്പെട്ടു വന്ന എഡിസന്റെ ഉൾപ്പെടെ പ്രതികരണങ്ങൾ തേടേണ്ടതായിട്ടുണ്ട്. അവരുടെ ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിൽ ഇവർ ജോലി ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ, വിസ തട്ടിപ്പ് വഴിയാണോ ജോർദാനിലും ഇസ്രായേലിലേക്ക് എത്തിയതെന്ന കാര്യങ്ങളും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ട. എന്തായാലും പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്. 4 പേര് ഇസ്രായേലിൽ ജയിലിലാണ്. മറ്റൊരാള് വെടിയേറ്റ പരിക്കുകളോടുകൂടി തിരുവനന്തപുരത്തേക്ക് തിരിച്ചെത്തിയിട്ടുണ്ടെന്നും വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. എന്തായാലും അടുത്ത മണിക്കൂറുകളിൽ കൂടുതൽ പ്രതികരണങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശരി ടിൻഡു, ഇസ്രായേലിൽ മലയാളി വെടിയേറ്റു മരിച്ചുവെന്ന അതീവ ദുഃഖകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.